ഇതുപോലൊരവസ്ഥ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? അടുക്കളയിൽ പാചകം ചെയ്യുന്നവർക്കറിയാം ഇങ്ങനൊരവസ്ഥ വന്നാലുള്ളൊരു ബുദ്ധിമുട്ട് അല്ലേ? ഇത് തേച്ച് കഴുകി വെളുപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതിപ്പം എൻ്റെ വീട്ടിലെ കുക്കറാണ്. ഈ കുക്കറിൽ ഒരു പഴം പുഴുങ്ങിയതിൻ്റെ ദയനീയ അവസ്ഥയാണ് നിങ്ങളീ കാണുന്നത്. കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചു, അതിന് മുകളിൽ ഈ കാണുന്ന സ്റ്റീൽ പാത്രം ഉണ്ടല്ലോ അത് കമിഴ്ത്തി വെച്ചു. അതിൻ്റെ മുകളിൽ പഴം വെച്ചിട്ടാണ് ഞാൻ പുഴുങ്ങിയെടുത്തത്. നിർഭാഗ്യവശാൽ വെള്ളം വറ്റിപ്പോയി. അതുപോലെ പഴത്തിൻ്റെ കറ മുഴുവനും ആ ഒരു വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതാ കുക്കർ എനിക്ക് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ കിട്ടിയത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംഭവിക്കാറുണ്ട്, പക്ഷേ ഇപ്രാവശ്യം കുറച്ചധികം ആയിപ്പോയി എന്ന് മാത്രം. ഇത് ഒരുവിധം എല്ലാ അടുക്കളകളിലും സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ നമ്മൾ ചകിരി അല്ലെങ്കിൽ കമ്പി അതൊക്കെ ഇട്ട് തേച്ച് കഴുകി വെളുപ്പിച്ചെടുക്കുകയാണ് ചെയ്യുക. പക്ഷേ ഇനി മുതൽ നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലാതെ ഈ ഒരു കറ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ആ ഒരു ടിപ്പാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ ഒരു കുക്കർ ക്ലീൻ ചെയ്യാൻ വീട്ടിലുള്ള 3 സാധനങ്ങളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ ഞാനൊരു 2 സ്പൂണ് ഈ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് സോഡ ഇല്ല, ബേക്കിംഗ് പൗഡർ ആണെങ്കിൽ അതായാലും മതി, ഏതായാലും മതി, 2 സ്പൂണ് മതി കേട്ടോ. അതിനുശേഷം കുറച്ച് വിനാഗിരിയാണ് വേണ്ടത്. ഈ ഒരു കുക്കറിലേക്ക് ഞാൻ കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട, ആവശ്യത്തിന് മാത്രം ഒഴിച്ച് കൊടുക്കുക. അതായത് ആ ഒരു ബേക്കിംഗ് സോഡ നമുക്ക് മിക്സ് ചെയ്യണം ആ ഒരു വിനാഗിരിയായിട്ട്, അത്രയും നിങ്ങൾ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ബേക്കിംഗ് സോഡ ആ ഒരു വിനാഗിരിയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഞാനൊരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ മിക്സ് ചെയ്ത സമയത്ത് എനിക്ക് വിനാഗിരി കുറച്ച് കുറവായിട്ടാണ് തോന്നിയത്. അതുകൊണ്ട് ഞാൻ വിനാഗിരി കുറച്ചും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പാകത്തിന് മാത്രം വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. അപ്പം ഞാൻ കുറച്ചും കൂടി വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരു സാധനം കൂടി നമ്മളിതിൽ മിക്സ് ചെയ്യുന്നുണ്ട്. അത് മറ്റൊന്നല്ല, സോപ്പും പൊടിയാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് സോപ്പും പൊടി ആയാലും കുഴപ്പമില്ല, ഒരുപാടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു 1/4 സ്പൂണ് സോപ്പും പൊടി ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് സോപ്പും പൊടിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ, ഞാൻ 1/4 സ്പൂണ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. നിങ്ങളിനി കുക്കർ നന്നായിട്ട് വെളുത്തോട്ടെ എന്ന് വിചാരിച്ച് ഒരുപാടൊന്നും വാരിയിടരുത്. ഇനി അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുക്കറിൽ ഒഴിച്ച ഈ ഒരു മിക്സ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഞാനിതാ ഗ്യാസിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. ഒരു 2 വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 2 വിസിൽ വന്നാൽ ഗ്യാസ് ഓഫ് ചെയ്യുക. അപ്പോൾ അതാ ഏകദേശം വിസിൽ വരാനായിട്ടുണ്ട് കേട്ടോ. ആ വിസിലൊക്കെ വന്നിട്ടുണ്ട് 2 എണ്ണം. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി നമുക്ക് ചൂടോടെ തന്നെ അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാ ആവിയൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇതാണ് അവസ്ഥ നമ്മളുടെ കുക്കറിൻ്റെ. കണ്ടോ, ഞാൻ കാണിച്ചു തന്ന ആ ഒരു കളറും ഇപ്പോഴത്തെ ഒരു കളറും നിങ്ങൾ കാണുന്നില്ലേ? ഇത്രത്തോളം മാറ്റം നമ്മുടെ കുക്കറിനുണ്ട് കേട്ടോ. പക്ഷേ കുറച്ചൊക്കെ നമുക്ക് കഴുകിയെടുക്കാനുണ്ട്. ഇതിപ്പോൾ വേണമെങ്കിൽ നമുക്ക് കുക്കറിൽ ഫുള്ളായിട്ട് വെള്ളം വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ഗ്യാസിൻ്റെ മുകളിലായതുകൊണ്ടാണ് ഞാൻ വളരെ കുറഞ്ഞ വെള്ളം മാത്രം എടുത്തത്. നിങ്ങൾ ഇനി അടുപ്പത്താണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അടുപ്പത്ത് വെച്ചിട്ടും ഈ ഒരു കുക്കർ ഇങ്ങനെ തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. എന്നാലും കുറച്ച് കറകളൊക്കെ ഉണ്ട് കേട്ടോ. അത് നമുക്ക് കുറച്ച് സബീന പൗഡർ വെച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാവുന്നതാണ്. ഇനി ഈ ഒരു സബീന പൗഡർ വെച്ചിട്ട് നമുക്ക് ബാക്കി കറകളൊക്കെ പോക്കിയെടുക്കാം. കറകൾ നന്നായിട്ട് പോയിട്ടുണ്ട് കേട്ടോ, അതൊക്കെ അലിഞ്ഞ് കിടക്കുകയാണ്. അപ്പം ജസ്റ്റ് ഇതും കൂടി വെച്ചിട്ട് ഒന്ന് ഉരച്ച് കൊടുത്താൽ അത് പെട്ടെന്ന് പോന്നോളും. നിങ്ങൾ ഒരുപാട് സ്ട്രെയിനൊന്നും കൊടുത്തിട്ട് ഉരതിയെടുക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ സബീന പൗഡർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പാത്രങ്ങളൊക്കെ കഴുകാൻ അടിപൊളിയാണ്. പാത്രങ്ങൾ മാത്രമല്ല, ബാത്റൂം ആയാലും ചെരുപ്പായാലും എന്ത് തന്നെ ആയാലും ആ ഒരു പൗഡർ ഇട്ട് ക്ലീൻ ചെയ്താൽ നന്നായിട്ട് വെളുക്കും കേട്ടോ. അപ്പം നിങ്ങളാരും ഇതുവരെ സബീന പൗഡർ വാങ്ങി ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും വാങ്ങി ഉപയോഗിച്ച് നോക്കുക. സബീന പൗഡറിൻ്റെ 2-3 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ ഒരുപാട് ആളുകൾ കമൻറ്റിൽ ചോദിച്ചൊരു കാര്യമാണ് ഈ ഒരു പൗഡർ എവിടെ നിന്നാണ് വാങ്ങാൻ കിട്ടുക എന്നുള്ളത്. ഇത് നമ്മൾ സാധാ മാർക്കറ്റിലൊക്കെ കിട്ടും കേട്ടോ. സാധാരണ നമ്മൾ പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങില്ല, പഞ്ചസാര ചായപ്പൊടിയൊക്കെ വാങ്ങുന്ന കടയിൽ നമുക്ക് ഈ ഒരു പൊടി കിട്ടും. അത് 500 ഗ്രാമിന് 16 രൂപയാണ് വരുന്നത്. അപ്പോൾ അതാ സബീന പൗഡറൊക്കെ ഇട്ടിട്ട് കുക്കർ നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു കുക്കറാണ് നമ്മൾ കുറച്ച് മുന്നേ കണ്ടൊരു കുക്കർ. നാടിയൊക്കെ കരിഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലുണ്ടായിരുന്നു. കുക്കറൊക്കെ നന്നായിട്ട് വെളുത്തിട്ടുണ്ട്. ഫസ്റ്റിൽ ഈ ഒരു കുക്കർ കണ്ട സമയത്ത് എനിക്ക് കുറച്ചൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ, ഇത് വെളുത്ത് കിട്ടുമോ എന്നുള്ളത്. കാരണം ചെറിയൊരു കുക്കർ ഇത് മാത്രമേ ഉള്ളൂ. ഒരുപാട് വീടുകളിൽ കുക്കർ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ആവശ്യമുള്ളൊരു സംഭവമാണല്ലോ. നന്നായിട്ട് വെളുത്തിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ.
ഇതിപ്പം ഞാൻ അങ്ങനെ അടുപ്പത്തിട്ട് തിളപ്പിക്കുകയും അതോടൊപ്പം തന്നെ ആ ഒരു സബീന പൗഡർ വെച്ചിട്ട് നന്നായിട്ട് ഉരച്ച് കഴുകുകയും കൂടി ചെയ്തതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു കളർ കിട്ടിയത്. അപ്പം ഇനി നിങ്ങളുടെ വീട്ടിൽ ചെമ്പും ചട്ടിയൊക്കെ ഇതുപോലെ അടിയിൽ പിടിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു തന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വെറും 3 സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു പാത്രം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. കുറച്ച് വിനാഗിരിയും കുറച്ച് ബേക്കിംഗ് സോഡയും കുറച്ച് സോപ്പും പൊടി ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയാക്കി എടുക്കാം കേട്ടോ പാത്രങ്ങളൊക്കെ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഈ ഒരു സ്റ്റീലിൻ്റെ പാത്രം കൂടി നമുക്ക് ആ ഒരു സബീന പൗഡർ വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. സബീന പൗഡറിൻ്റെ ആ ഒരു പാക്കറ്റ് എൻ്റെ കയ്യിലില്ല. ഞാനത് പൊട്ടിച്ചിട്ട് അതുപോലെ ഒരു ബോട്ടിൽ ആക്കി വെച്ചതാണേ. ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ആ ഒരു പൗഡർ വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. കണ്ടോ, നന്നായിട്ട് ക്ലീൻ ആവുന്നുണ്ട് കേട്ടോ. അപ്പം ആ ഒരു പൊടി വെച്ചിട്ട് നമുക്ക് എല്ലാ പാത്രങ്ങളും നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. പക്ഷേ ഇങ്ങനെ ഉരച്ച് കൈ വേദനയാവുമല്ലോ, അപ്പോൾ അതിന് കുറച്ചും കൂടി ഒരു എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു വിനാഗിരിയും ബേക്കിംഗ് സോഡയും സോപ്പും പൊടിയും വെച്ചിട്ട് ഒന്ന് കുക്കറിൽ വിസിലടുപ്പിച്ചെടുത്തത്. അങ്ങനെ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് തേച്ച് കഴുകാൻ ഒരുപാട് ബുദ്ധിമുട്ടിൻ്റെ ഒരു ആവശ്യമില്ല. കുറേ അഴുക്കുകളൊക്കെ അങ്ങനെ അങ്ങ് പോയി കിട്ടും കേട്ടോ. ഈ ഒരു പാത്രവും വേണമെങ്കിൽ കുക്കറിൻ്റെ ഉള്ളിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാമായിരുന്നു. പക്ഷേ അതിന് മാത്രം അഴുക്ക് ഈ ഒരു പാത്രത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ്. എന്തായാലും പാത്രക്കഥ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. ഈ ഒരു പാത്രം ഞാൻ സബീന പൗഡർ മാത്രം ഉപയോഗിച്ചിട്ട് ക്ലീനാക്കി എടുത്തതാണ്. എല്ലാ അഴുക്കുകളും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. നല്ല പുതുപുത്തം പോലെ ഉണ്ട്. നിങ്ങൾക്ക് തന്നെ കണ്ടിട്ട് തോന്നില്ലേ? അതുപോലെ നമ്മളുടെ കുക്കർ ഇതാ, നിങ്ങളൊന്ന് നോക്കിക്കേ. ഞാൻ കുറച്ച് മുന്നേ നിങ്ങളെ കാണിച്ചു തന്ന ആ ഒരു കുക്കറും ആ ഒരു സ്റ്റീൽ പാത്രമാണോ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ളത്? നല്ല വ്യത്യാസമില്ലേ? അപ്പം ഇതുപോലെ വെളുത്തിട്ടുണ്ട്. ഇപ്പം ഞാനിങ്ങനെ പാത്രങ്ങളൊക്കെ അടിയിൽ പിടിക്കുന്ന സമയത്ത് ഇതുപോലെയാണ് കേട്ടോ ചെയ്യാറ്. ഇതുപോലെ വിനാഗിരിയും ബേക്കിംഗ് സോഡയും സോപ്പും പൊടിയും ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാറുണ്ട്. അപ്പം നിങ്ങളുടെ ചെമ്പും പാത്രം ഇതുപോലെ കരിയാണെങ്കിൽ നിങ്ങളും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ സബീന പൗഡർ വാങ്ങി ഉപയോഗിക്കാത്ത ആളുകളാണെങ്കിൽ നിങ്ങളൊന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കുക കേട്ടോ. ഞാൻ ഈ ഒരു രീതിയിലാണ് പഴം പുഴുങ്ങിയെടുക്കാറ്. കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിന് മുകളിൽ ചെറിയൊരു പാത്രം കമിഴ്ത്തി വെക്കുക. ശേഷം അതിന് മുകളിൽ പഴം ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് മുഴുവനായിട്ടാണ് പഴം പുഴുങ്ങേണ്ടതെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാം. അതല്ല കട്ട് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കുക. അതിനുശേഷം കുക്കറിൽ ഒരു വിസിൽ അടിച്ചു കൊടുത്താൽ മതി. എൻ്റെ കുക്കറിൽ ഒരു വിസിൽ മതി. നിങ്ങളുടെ കുക്കർ നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യുക. ചില കുക്കറിൽ 2ഉം 3ഉം വിസിലൊക്കെ ആവശ്യമുള്ളതായിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് പഴം പുഴുങ്ങിയെടുക്കാറ്. അപ്പം നിങ്ങൾ ഇതുവരെ കുക്കറിൽ പഴം ഇതുപോലെ പുഴുങ്ങിയെടുത്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഇങ്ങനെ വെച്ച സമയത്ത് എൻ്റെ കുക്കറിന് ചെറിയൊരു പ്രശ്നമുണ്ട്. വെള്ളം വറ്റിപ്പോയി, അടിക്ക് പിടിച്ചു പോയി, തീയും കുറച്ച് കൂടുതലായിരുന്നു. അങ്ങനെയാണ് എൻ്റെ കുക്കർ കരിഞ്ഞു പോയത്. എന്തായാലും കുക്കർ നമ്മൾ നന്നായി വെളുപ്പിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുക്കളയിലും ഇതുപോലെ കുക്കറും ചെമ്പും ഒക്കെ കരിഞ്ഞ് അടിക്ക് പിടിക്കാറില്ലേ? ആ ഒരു സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്യാറ്? കമ്പി ഉപയോഗിച്ച് സോപ്പൊക്കെ ഉപയോഗിച്ചിട്ട് തേച്ചൊരച്ച് കഴുകാറാണോ? അതല്ല ഇതുപോലെ എന്തെങ്കിലും ടിപ്സുകൾ നിങ്ങളും ഉപയോഗിക്കാറുണ്ടോ? എന്ത് തന്നെയായാലും നിങ്ങൾ എന്താണ് ചെയ്യാറ് എന്നുള്ളത് ഒന്ന് കമൻറ്റിൽ പറയാം കേട്ടോ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനൊന്നും ആരും മറക്കരുതേ.